തൃശൂർ കയ്പമംഗലം ചളിങ്ങാട് യാത്രാ ദുരിതത്തെ തുടർന്ന് വേറിട്ട പ്രതിഷേധവുമായി പ്രദേശവാസികൾ. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചുമൊക്കെയാണ് നാട്ടുകാർ വ്യത്യസ്തരായത്. ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. 4-5 മാസമായിട്ട് വീട്ടിൽ വെള്ളമില്ല. ഉള്ള വെള്ളമൊക്കെ റോട്ടിലാണ്. എന്താ ചെയ്യാ, കുളിക്കാനും തരില്ല. കയ്പമംഗലം ചളിങ്ങാട്ടെ ഈ കാണുന്ന റോഡ് കണ്ടാൽ ആരും ചോദിച്ചു പോകും, ഇത് റോഡാണോ തോടാണോ എന്ന്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്നവർ എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗം പിന്നീട് GSP ഇട്ട് മൂടി. എന്നാൽ മഴ ശക്തമായതോടെ കുഴിച്ച ഭാഗം ഒരു കൈത്തോടായി മാറുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയുമായിരുന്നു. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനൊപ്പം ഇതേ സ്ഥലത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു മുമ്പ് നമ്മൾ 6 മാസം മുമ്പ് ഇവിടുത്തെ പൊതുജനങ്ങൾ സമരം ചെയ്യുന്നത് ഇവിടെ പൊടിശല്യം മൂലമായിരുന്നു. ഇന്നും ഇതിനൊരു വ്യത്യാസമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി PK ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് കുഴികൾ ഉണ്ടാവും. പക്ഷെ ഇത് മഴക്കാലത്തുണ്ടായ കുഴികളല്ല, വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഒരു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ടും ഇന്നേ വരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ലീക്കേജ് തുടങ്ങിയിട്ട് പൈപ്പ് പൊട്ടിയിട്ട് ഏതാണ്ട് 2 ആഴ്ചയിൽ കൂടുതലായിട്ട് അതിന്റെ വെള്ളം ഇപ്പോൾ മഴവെള്ളമല്ല, അത് പൈപ്പ് പൊട്ടിയിട്ട് അതൊരു യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല. പിന്നെ ഇതിന്റെ കോൺട്രാക്ട് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള പണി ചെയ്ത് അത് തീർത്തിട്ടില്ല, അവർ ഇട്ടുപോയിട്ടുണ്ട്. അതെന്തായാലും അത്യാവശ്യമായിട്ട് റോഡ് പണിയിലില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് നല്ല ഇടപെട്ടിട്ട് ഒരു കടത്ത് വെള്ളം ഇവിടെ നിന്ന് കടക്കാനായിട്ട് അതല്ലാണ്ട് ഒരു ജനകാർക്കുണ്ട് അത് നിർബന്ധമായിട്ട് ചെയ്തു തരണം ആവശ്യം. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് റോഡിനെ ആശ്രയിക്കുന്നത്. അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യമുണ്ടായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിലാണ് നാട്ടുകാർ പ്രധാനമായും പരാതി പറയുന്നത്. കരാറുകാരന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അടിയന്തരമായി പൈപ്പ് ചോർച്ച പരിഹരിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.